സംവരണത്തിന്റെ മറ പിടിച്ചുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലുകളും ലോക്സഭയിൽ അവതരിപ്പിച്ചു. പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനിടെയാണ് ബിൽ സഭയിലെത്തിയത്. സ്ത്രീ ശാക്തീകരണമാണ് ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഫെഡറൽ സംവിധാനത്തിനെതിരായ ബിൽ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ബിൽ പാസാക്കാൻ ആവശ്യമായ 2/3 ഭൂരിപക്ഷം നിലവിൽ സർക്കാരിനില്ല. വോട്ടെടുപ്പ് നടത്തിയാണ് സഭയിൽ ബിൽ അവതരിപ്പിച്ചത്. ബില്ലിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചു. മാന്യ സദസ്യ സബ് बैठ जाइए, कोई खड़ा नहीं है. ബില്ലിനെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ബിൽ രാജ്യത്തിന് പുതിയ ദിശാബോധം നൽകുമെന്നും പ്രധാനമന്ത്രി. देश को नई दिशा देने जा रहे हैं. हमारी शासन व्यवस्था को संवेदनशीलता से भरने का एक सार्थक प्रयास करने के लिए जा रहे हैं और मुझे विश्वास है कि इस मंथन से जो अमृत निकलेगा. വനിതാ സംവരണത്തിന് പിന്നിൽ കള്ളപ്രചാരണം നടത്തുകയാണ് പ്രതിപക്ഷമെന്ന് പ്രധാനമന്ത്രി വിമർശിച്ചു. രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറക്കുകയാണ് കേന്ദ്രമെന്ന് കെ.സി. വേണുഗോപാൽ തിരിച്ചടിച്ചു. ബില്ലിൽ സർവകക്ഷി യോഗം വിളിക്കണമെന്നും കെ.സി. വേണുഗോപാൽ ആവശ്യപ്പെട്ടു. You are making women reservation as a weapon to destroy the democracy of this country. That is clear. Everybody can understand. You need all the opposition support also to pass this constitution bill. Honorable Congress President wrote 2 times to the Prime Minister, call an all-party meeting. We are for implementation of women reservation bill. What stop you to calling an all-party meeting? ബില്ലിൽ പ്രതിഷേധിച്ച് DMK MP മാർ കറുത്ത വസ്ത്രം ധരിച്ചാണ് സഭയിലെത്തിയത്. മീഡിയ 1 ഡൽഹി.